അച്ഛനും ആളും തമ്മിലുള്ള ഒരു ക്യാഷ് ഇടപാടില് എന്നെ വലിച്ചു, ആൾക്ക് എന്നോട് ഇഷ്ടമുണ്ടായിരുന്നു എന്നുള്ളതാണ് അച്ഛനോട് പുള്ളി പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാൻ ഒരിക്കൽ പോലും ആളെ കല്യാണം കഴിക്കാവുന്ന ആളുടെ അടുത്തോ അല്ലെങ്കിൽ എന്റെ അച്ഛന്റെ അടുത്തോ ആ പേരും പറഞ്ഞ് ഞാൻ പുള്ളിയുടെ നിന്ന് ക്യാഷ് വാങ്ങിച്ചിട്ടില്ല. ഒരു ഇഷ്ടമാണെന്നൊരു വാക്ക് പറയുകയോ അല്ലെങ്കിൽ എന്നോട് എല്ലാം പോട്ടെ, അദ്ദേഹം എന്നോട് ഒരിക്കൽ പോലും ആര്യനെ എനിക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ് അല്ലെങ്കിൽ ആര്യയോട് എനിക്ക് അങ്ങനെ സീരിയൽ നടി ആര്യാനില്ല. അപ്പൊ ഡ്രീം ക്യാച്ചർ ആര്യ എന്നുള്ള പേരിനകത്തായിരിക്കും ഭൂരിഭാഗം പേർക്കും പുള്ളിക്കാരനെ അറിയുന്നത്. അപ്പൊ ഈ ഒരു പുള്ളിക്കാരി രഞ്ജിത്ത് കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരന്റെ കയ്യിൽ നിന്ന് ഒരു 35 ലക്ഷം രൂപ കല്യാണ വാഗ്ദാനം നൽകി പറ്റിച്ചു എന്നുള്ള പേരിനകത്ത് പല രീതിക്കുള്ള ആരോപണങ്ങളായിട്ട് ഈ രഞ്ജിത്ത് എന്ന് പറഞ്ഞ പുള്ളി കഴിഞ്ഞ ദിവസം വന്നിട്ട് വാർത്തേനകത്ത് പറയുന്നുണ്ടായി. അപ്പൊ അതിനെപ്പറ്റി ഞാനപ്പോ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായി. അപ്പൊ ഈ ഒരു സംഭവത്തിനെ പറ്റിയിട്ട് ഇപ്പൊ ഈ ആര്യ എന്ന് പറഞ്ഞ ഈ പുള്ളിക്കാരി വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് പുള്ളിക്കാരിയുടെ ഒരു വോയിസ് ആയിട്ട്. അപ്പൊ നമുക്ക് അതൊന്ന് കേട്ട് നോക്കിയിട്ട് നമുക്ക് ബാക്കി പറയാം. അച്ഛനും ആളും തമ്മിലുള്ള ഒരു ക്യാഷ് ഇടപാടില് എന്നെ വലിച്ചു, ആൾക്ക് എന്നോട് ഇഷ്ടമുണ്ടായിരുന്നു എന്നുള്ളതാണ് അച്ഛനോട് പുള്ളി പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാൻ ഒരിക്കൽ പോലും ആളെ കല്യാണം കഴിക്കാവുന്ന ആളുടെ അടുത്തോ അല്ലെങ്കിൽ എന്റെ അച്ഛന്റെ അടുത്തോ ആ പേരും പറഞ്ഞ് ഞാൻ പുള്ളിയുടെ നിന്ന് ക്യാഷ് വാങ്ങിച്ചിട്ട്. ഓക്കെ, എവിടെ പുള്ളിക്കാരി പറയണതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി ആയിട്ട് ഒരിക്കലും ആ പുള്ളിയോട്, അതായത് രഞ്ജിത്ത് എന്ന് പറഞ്ഞ പുള്ളിയോട് പറഞ്ഞിട്ടില്ല ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കുക എന്നുള്ള പേരിനകത്ത് പൈസ മേടിച്ചിട്ടില്ല എന്നാ പറയുന്നത്. ഈ അച്ഛനായിട്ടാണ് ഇടപാട് എന്നുള്ള രീതിക്കാണ് ഈ പുള്ളിക്കാരി പറയുന്നത്. ഇതിനകത്ത് ഇവർ രണ്ടുപേര് പറയുന്നതിനകത്താണെങ്കിലും, അതായത് ആര്യ എന്ന് പറഞ്ഞ ഈ പുള്ളിക്കാരി പറയുന്നതിലാണെങ്കിലും ഈ രഞ്ജിത്ത് എന്ന് പറഞ്ഞ പുള്ളി പറയുന്നതിലാണെങ്കിലും എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്ന് നമുക്ക് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാര്യം ഇതിപ്പോൾ കേസ് നടന്നിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവർ പറയണത് കേട്ടിട്ട് നമുക്ക് എന്താണ് തോന്നണേന്ന് മാത്രം പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമുക്ക് ഇപ്പൊ ഇവർ പറയുന്നത് ശരിയാണ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ ഈ പുള്ളിക്കാരി പറയാന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരിയുടെ അച്ഛനായിട്ടാണ് പൈസയുടെ ഇടപാട്. പക്ഷെ ഈ പുള്ളിക്കാരി എവിടെയും ഈ ഇങ്ങനെ ഞാൻ കല്യാണം കഴിക്കാം എന്നുള്ള പേരിനകത്ത് പൈസ മേടിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ബാക്കിയുണ്ട് നോക്കാം. നമ്മൾ വീട് മാറി പുതിയ വീട് വെക്കാന്നുള്ളൊരു സംഭവം നടക്കുമായിരുന്നു. അപ്പൊ നമ്മള് ഒരു ലോൺ എടുത്തു, ഹോം ലോണ്. ഈ പുള്ളി ആ സമയത്ത് ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ബാങ്കിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്തോ ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണെന്നാണ് പറഞ്ഞത്. എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല. അപ്പൊ അച്ഛനുമായിട്ട് ആ ബാങ്കിൽ പോയി ആ ലോണൊക്കെ റെഡിയാക്കാനായിട്ട് പുള്ളി ഹെൽപ്പ് ചെയ്തിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് ആളുമായിട്ട് ആ സമയത്തും ഒരു തരത്തിലും ഞാൻ ആളടുത്ത് ഒത്തിരി പോലും സംസാരിക്കത്തില്ല. ഞാൻ കല്യാണം കഴിക്കാൻ വാഗ്ദാനം നൽകി എന്ന് പറയുന്നുണ്ട്. അതിന്റെ ഞാൻ ആൾക്ക് കല്യാണം കഴിക്കാൻ തയ്യാറാണെന്നോ അല്ലെങ്കിൽ ഞാനും പുള്ളിയും കൂടെ ചേർന്ന് ഒരു ഫോട്ടോയോ ഒരു വോയിസ് മെസ്സേജോ എന്തെങ്കിലും നിങ്ങൾ കാണിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അല്ല, എനിക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഞാൻ ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് പറയണത് എനിക്ക് അത്രയും ഉറപ്പുള്ളത് കൊണ്ടാണ്. എനിക്ക് ആളെ ഇഷ്ടമല്ലായിരുന്നു. ആൾക്ക് 40 വയസ്സുണ്ടെന്ന് തന്നെ ഞാൻ അറിയുന്നത് ഈ പുള്ളി കേസ് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ്. അതുവരെ ഞങ്ങളടുത്ത് വയസ്സ് വരെ കള്ളത്തരാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്കിപ്പോ ആളുടെ വയസ്സ് കൊണ്ടൊന്നും ചെയ്യാനില്ല. എന്നാലും നമ്മളടുത്ത് പറഞ്ഞിരുന്ന ഏജ് 27 ആ ഒരു റേഞ്ച് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അറിയുന്ന ആൾക്ക് 40 വയസ്സുണ്ടെന്നുള്ളത്. അപ്പൊ ഇവിടെ ഒരു കാര്യം പുള്ളിക്കാരി ഉറപ്പിച്ച് പറയുന്നുണ്ട്. അതായത് ഞാൻ ഒരിക്കലും എനിക്ക് പുള്ളിക്കാരന് ഇഷ്ടമല്ലായിരുന്നു എന്നുള്ള രീതിക്കാണ് പുള്ളിക്കാരി പറയുന്നത്. അതായത് പുള്ളിക്കാരന് ഈ 40 വയസ്സാണെന്ന് പറഞ്ഞ് പറ്റിച്ചു, അല്ല 40 വയസ്സാണെന്ന് ആ കേസ് കൊടുത്തപ്പോഴാണ് അറിഞ്ഞത്. അതേപോലെ തന്നെ ഇപ്പൊ ആ പുള്ളിക്കാരൻ ഇങ്ങനെ ഈ ഒരു തെളിവുകളും കാര്യങ്ങളൊക്കെ പുള്ളിയുടെ കയ്യിൽ ഉണ്ടെന്ന് പറയണതല്ലാണ്ട് ഇപ്പൊ ഇവര് തമ്മിലുള്ള ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ആണെങ്കിലോ അല്ലെങ്കിൽ വേറെ ഒരു രീതിക്കുള്ള ഈ പുള്ളിക്കാരിയായിട്ട് ഇവര് ഇഷ്ടത്തിലാണെന്നുള്ള തെളിവുകളൊന്നും ഈ പുള്ളി പുറത്തു വിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പുള്ളിക്കാരി പറയുന്നതിലും കാര്യമുണ്ട്. കാര്യം ആ പുള്ളിക്കാരി ഉറപ്പിച്ച് പുള്ളിക്കാരിയുടെ സൈഡിനകത്ത് നിൽക്കുന്നുണ്ട്. എന്നാൽ അപ്പുറത്ത് മറ്റേ രഞ്ജിത്ത് എന്ന് പറഞ്ഞ പുള്ളിയുടെ സൈഡും ഉറപ്പിച്ച് തന്നെ നിൽക്കുന്നുണ്ട്. പുള്ളി പറയുന്നുണ്ടല്ല എനിക്കെതിരെ ഞാൻ ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എനിക്കെതിരെ കേസ് കൊടുക്കണമെന്നാണ് അവിടെ രഞ്ജിത്ത് എന്ന് പറഞ്ഞ പുള്ളി പറയുന്നത്. അപ്പൊ രണ്ടുപേരുടെ ഭാഗത്ത് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. പക്ഷെ ഈ പുള്ളിക്കാരി പറഞ്ഞ ഇത് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റാത്തൊരു കാര്യമാണ്. കാര്യം രഞ്ജിത്ത് എന്ന് പറഞ്ഞ പുള്ളി ഈ തെളിവുകൾ ഉണ്ടെന്ന് പറയണതല്ലാണ്ട് ഒന്നും പുറത്തു വിട്ടിട്ടില്ല. നമ്മൾ ബാക്കിയും കൂടെ കണ്ടു നോക്കാം. ഇദ്ദേഹം വന്നിട്ട് ചോദിച്ചു, ചേട്ടാ എന്റെ വീട് പണിയുടെ കാര്യത്തിന് ഈ ആധാരം ഒന്ന് തരുമോ, നമുക്കൊന്ന് വെച്ചിട്ട് ഒരു 2 ആഴ്ചത്തെ റോളിംഗ് ആണ്, ഇത് കഴിയുമ്പോഴേക്കും തിരിച്ചെടുത്ത് തരാന്ന്. അച്ഛൻ ഞങ്ങളോട് പോലും സംസാരിക്കാതെ, എന്റെ അടുത്ത് സംസാരിക്കാനായിട്ട് ഞാൻ അന്ന് പഠിച്ചിറങ്ങിയതേ ഉള്ളൂ, എന്റെ അടുത്ത് സംസാരിച്ചില്ലെങ്കിൽ പോലും അമ്മയുടെ അടുത്ത് പോലും ചോദിക്കാതെ ആധാരം എടുത്ത് കൊടുത്തു. അതായത് അച്ഛൻ അദ്ദേഹത്തിനോടുള്ള അത്രയും വിശ്വാസം കൊണ്ടാണ്. അല്ലാതെ ഞാനും അദ്ദേഹവുമായിട്ടുള്ള ഈ പറഞ്ഞിട്ടൊക്കെ എന്തോ റിലേഷൻ ഉണ്ടെന്ന് പുള്ളി പറയുന്നു. അങ്ങനെയുള്ളൊരു കാര്യം വെച്ചിട്ടല്ല ആള് നമ്മളെ ഹെൽപ്പ് ചെയ്തു. അപ്പൊ ഈ പറയണതിനൊക്കെ ഒരു കാര്യം ഉറപ്പാണ്, ഇവര് തമ്മിൽ പൈസയുടെ ഇടപാട് നടന്നിട്ടുണ്ട്. പക്ഷെ അത് അച്ഛനായിട്ടാണ് നടന്നതെന്നാണ് ഈ പുള്ളിക്കാരി ഉറപ്പിച്ച് പറയുന്നത്. അച്ഛൻ അത്രയും വിശ്വാസമായിരുന്നു പുള്ളീനെ. അതുകൊണ്ട് തന്നെ അച്ഛൻ അമ്മേനോട് പോലും ചോദിക്കാണ്ട് തന്നെ വീടിന്റെ ആധാരമൊക്കെ എടുത്ത് പുള്ളിക്ക് കൊടുത്ത് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി എന്നുള്ള രീതിക്കൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു പറയുന്നതിനകത്ത് നിന്ന് നമുക്ക് ഈ പുള്ളിക്കാരിയുടെ സൈഡിൽ നിന്ന് നമുക്ക് മനസ്സിലാവണമെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിയായിട്ടല്ല ഈ രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഇടപാട്, പുള്ളിക്കാരിയുടെ അച്ഛനായിട്ടാണ് ഇടപാടെന്നാണ് ഈ പുള്ളിക്കാരിയുടെ സൈഡിൽ നിന്ന് നമുക്ക് വ്യക്തമാണത്. ഇതിനകത്തും എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്ന് ഞാൻ ഒന്നും ഉറപ്പിച്ച് പറയുന്നില്ലല്ലോ, ബാക്കിയുണ്ട് നോക്കാം. കുറെ നാളുകൾക്ക് ശേഷം ഒരു ജൂൺ മാസം അദ്ദേഹം പറഞ്ഞ്, ചേട്ടാ നിങ്ങളുടെ വീട് പണിക്ക് വേണ്ടിയിട്ട് എനിക്ക് 6 ലക്ഷം രൂപയോളം ചെലവായിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് ആൾ ഒരു ദിവസം വീട്ടിൽ നിന്ന് പോയി.
പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ കോണ്ടാക്ട് ഒന്നും ചെയ്തിട്ടില്ല. ആ സമയത്തും ഞാൻ അദ്ദേഹത്തിന് ഒരു ഇഷ്ടമാണെന്നൊരു വാക്ക് പറയുകയോ അല്ലെങ്കിൽ എന്നോട് എല്ലാം പോട്ടെ, അദ്ദേഹം എന്നോട് ഒരിക്കൽ പോലും ആര്യനെ എനിക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ് അല്ലെങ്കിൽ ആര്യയോട് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്ന് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട്, രഞ്ജിത്തേട്ടന്റെ കല്യാണത്തിന് നമുക്ക് അടിച്ചു പൊളിക്കണം, നമുക്ക് ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് ഒരുമിച്ച് പോകണം എല്ലാവർക്കും കൂടി എന്നൊക്കെ. ആ ഒരു സമയത്തെങ്കിലും എനിക്ക് ആര്യനെയാണ് കല്യാണം കഴിക്കാൻ ഇഷ്ടം എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ ആ നിമിഷം ആ സ്പോട്ടിൽ ഞാൻ ആളുടെ മുഖത്ത് നോക്കി പറഞ്ഞേനെ, രഞ്ജിത്തേട്ടൻ നിങ്ങളെ എനിക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല എന്നുള്ളത്. ഒരിക്കൽ പോലും ആളെന്റെ അടുത്ത് അത് സംസാരിച്ചില്ല. ഇതെല്ലാം കഴിഞ്ഞ് പുള്ളി പോയി കഴിഞ്ഞിട്ടും നമ്മളടുത്ത് ഒന്നും പിന്നെ പറഞ്ഞൊന്നുമില്ല. കുറച്ച് നാൾ കഴിഞ്ഞ് അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞ്, ചേട്ടാ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് ഇട്ടിട്ടുണ്ട്, ഐ മീൻ ഒരു കട്ടാ ബുക്ക് പോലെ ഒരു സാധനത്തിന്റെ അകത്ത് പുള്ളി എല്ലാം കൂടെ ഒന്ന് ടോട്ടൽ ചെയ്തിട്ട് ഒരു PDF ഇട്ട് കൊടുത്തു. അതിൽ നമ്മൾ നോക്കിയപ്പം 12 ലക്ഷം രൂപയാണ് അതിന്റെ അകത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ 6 ലക്ഷം രൂപ എന്ന് പറഞ്ഞ് പോയ ആള് പിന്നെ അത് ഡബിൾ ആയി 12 ലക്ഷം രൂപയായി. അങ്ങനെ വന്നപ്പോഴേക്കും അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞ, മോളെ ഇത് ഇങ്ങനെ 12 ലക്ഷം എന്നാ പറയുന്നതെന്ന് കൊടുത്തത്. അന്ന് മുതലേ അച്ഛൻ ടെൻസ്ഡ് ആയി, നമ്മുടെ ആധാരവും ഇല്ല, 12 ലക്ഷം രൂപയെന്നും പറയുന്നു. ആ സമയത്ത് പുള്ളി അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടൻ പേടിക്കൊന്നും വേണ്ട, 12 ലക്ഷം രൂപ എന്ന് പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട, മോളെ എനിക്ക് കെട്ടിച്ചെന്നാ മതിയെന്ന്. അച്ഛൻ എന്റെ അടുത്ത് വന്നത് പറഞ്ഞു, മോളെ ഇങ്ങനെയാണ് പുള്ളി പറയണത്. അന്ന് വീട്ടിൽ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി, ഞാൻ തല പൊട്ടി ഹോസ്പിറ്റലിലൊക്കെ ആയി. എനിക്ക് ആകെ എനിക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഞാൻ ചേട്ടനെ പോലെ ഞാൻ ചേട്ടനായിട്ട് ആളെ കണ്ടിട്ടുള്ളത് ആൾക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആൾ എന്റെ അടുത്ത് മുന്നെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് തുറന്നു പറഞ്ഞേനെ. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞത് നടക്കത്തില്ല, എനിക്ക് ആളെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അവിടെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും. ഓക്കെ, അപ്പൊ ഇവിടെ പുള്ളിക്കാരി പറയണതെന്ന് പറഞ്ഞാൽ അച്ഛനായിട്ട് ഇങ്ങനെ ഓരോ ഇടപാടുകളും പൈസ ഇതൊക്കെ നടന്നിരുന്നപ്പോഴത്തേക്കും എന്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് 6 ലക്ഷം രൂപ എന്ന് ആദ്യം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അത് 12 ലക്ഷം രൂപ ഒറ്റയടിക്കാണ്ട് ആക്കിയപ്പോഴത്തേക്കും അവർക്ക് ഇങ്ങനെ ഉറപ്പായിട്ടും ഇപ്പൊ 6 ലക്ഷം രൂപ എന്ന് പറഞ്ഞിരുന്നിട്ട് പെട്ടെന്ന് അത് 12 ലക്ഷം രൂപ ആകുമ്പോഴത്തേക്ക് ആർക്കായാലും അത് പെട്ടെന്ന് അങ്ങോട്ട് അഫോർഡ് ചെയ്യാൻ പറ്റൂല. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഈ പുള്ളിക്കാരൻ പറഞ്ഞെന്ന്, രഞ്ജിത്ത് എന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞെന്ന്, നിങ്ങൾക്ക് പൈസ തരാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല, മോളെ എനിക്ക് കെട്ടിച്ചു തന്നാൽ മതി എന്നുള്ള രീതിക്ക് പറഞ്ഞു എന്നാണ് ഈ പുള്ളിക്കാരി ആര്യെന്ന് ഈ പുള്ളിക്കാരി പറയുന്നത്. ഈ പറഞ്ഞതുള്ളതാണെങ്കിൽ അതൊരു ചെറ്റത്തരം തന്നെയാണ് പുള്ളി പറഞ്ഞതെന്ന് എനിക്ക് പറയാനുള്ളൂ. കാര്യം ഇപ്പൊ പൈസയുടെ ഇടപാടിന് മോളെ കെട്ടിച്ചു തരാന്ന് പറഞ്ഞത് എവിടത്തെ ഏർപ്പാടാണ് എന്ന് അവരോടൊരു അനുവാദം. ഇപ്പൊ ഈ പുള്ളിക്കാരി ഇതിനകത്ത് പറയുന്നുണ്ട്, അതായത് ഈ പുള്ളിക്ക് എന്നോട് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ അത് എന്നോട് ഡയറക്റ്റ് പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് അപ്പൊ തന്നെ പറഞ്ഞേനെ നോ എന്നുള്ള കാര്യം പറഞ്ഞേനെ എന്നുള്ള കാര്യമാണ് പുള്ളിക്കാരി പറയുന്നത്. പക്ഷേ ഇവിടെ അതൊന്നും ആ പുള്ളി പറയാണ്ട് ഇതേപോലെ പൈസയുടെ ഇടപാട് നടത്തിയിട്ട് ആ പൈസയുടെ ഇടപാട് വഴി എനിക്ക് ആ പെണ്ണിനെ കെട്ടിച്ചു തരും തന്നം എന്നുള്ള രീതിക്ക് പറഞ്ഞെങ്കിൽ അതൊരു ഉളത്തരം തന്നെയായിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് ആ ഒരു പുള്ളിക്കാരിയുടെ വോയിസ്. അപ്പൊ ഈ പുള്ളിക്കാരി പറഞ്ഞതിൽ നിന്ന് നമുക്ക് കുറേയൊക്കെ വ്യക്തമാണ്. കാര്യം പുള്ളിക്കാരിയുടെ സ്റ്റാൻഡിനകത്ത് സ്ട്രോങ് ആണെന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അപ്പൊ ഈ ഒരു കേസിന് മുമ്പോട്ട് പോയി കഴിഞ്ഞിട്ട് ഇത് എവിടെ എത്തും എന്നുള്ളത് നമ്മൾ നോക്കി തന്നെ അത് അറിയേണ്ട വരും. കാര്യം ഈ പുള്ളി പറഞ്ഞത് ആദ്യം ഈ പുള്ളിക്കാരുടെ സൈഡൊക്കെ കേട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച് ആ പുള്ളിയുടെ സൈഡാണ് എന്ന് പറഞ്ഞാൽ പക്ക പുള്ളിയുടെ സൈഡാണ്. കാര്യം പുള്ളി അത്രയും കോൺഫിഡന്റ് ആയിട്ട് പുള്ളി പറയുന്നുണ്ട്, എനിക്കെതിരെ കേസ് കൊടുത്തോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. എന്നാൽ ഇപ്പൊ ഈ പുള്ളിക്കാരുടെ കേൾക്കുമ്പോഴത്തേക്കും നേരെ തിരിച്ചും ആവാം എന്നുള്ള രീതിക്കാണ് വരുന്നത്. അതാണ് ഓരോരുത്തരുടെ സൈഡ് കേൾക്കുമ്പോഴും നമുക്ക് അവരവരുടെ സൈഡ് ന്യായീകരിച്ചായിരിക്കുള്ളൂ എന്തായാലും അവർ പറയുന്നത്. എന്തായാലും ഇതിന് ആ ഒരു കേസിനൊരു വിധി വന്നു കഴിഞ്ഞാലേ നമുക്ക് ഇതിനകത്ത് ഉറപ്പിച്ചൊരു സംഭവം പറയാൻ പറ്റുള്ളൂ. അപ്പൊ എന്താണ് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്ത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടാൻ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് ടാറ്റാ ബൈ ബൈ.